നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 MLS ചാമ്പ്യന്മാരാണല്ലോ ഇൻ്റർ മയാമി. 2026 സീസണിന് മുന്നോടിയായിട്ട് അവരിപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. റോഡ്രിഗോ ഡി ബോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് അവർ ലോണിലെത്തിച്ചതാണ്. ഇപ്പോൾ ബൈയിങ് ഓപ്ഷൻ അവർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. 15 മില്യൺ യൂറോയാണ് ഈ ഡീലിന് പകരമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് ലഭിക്കുക എന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. സോ പർച്ചേസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണ്ട, 2025 കളിച്ച താരങ്ങളിൽ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്ന താരങ്ങൾ ഫാഫ പിക്കോൾട്ട്, വില്യം യാർബ്രോ, റയാൻ സെയ്ലർ എന്നിവരെ കോൺട്രാക്റ്റ് പുതുക്കണ്ട എന്ന് വെച്ച് ഒഴിവാക്കുകയാണ്. ലോൺ എക്സ്പയർഡ് ആയിട്ടുള്ള താരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ താരത്തെ ഇനി എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ബൈയിങ് ഓപ്ഷൻ ഒന്നും ട്രിഗർ ചെയ്യാതെ ഒഴിവാക്കിയാണ്. മറ്റാരുമല്ല, മാർസലോ വിഗൻറ്റിനെ ഒഴിവാക്കുന്നു. ദെൻ ഇനി ലോൺ എക്സ്പയർ ആയിട്ടുള്ള ചില താരങ്ങളുണ്ട്. അവരുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോൺ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. അലൻ ഒബാൻഡോ, റോക്കോ റിയസ് നോവോ, ബാൽസാർ റോഡ്രിഗസ്, ടഡിയോ അല്ലൻ്റെ ഈ താരങ്ങളുടെയൊക്കെ ലോണ് എക്സ്പയർ ആയിട്ടുണ്ട്. അവർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി കോൺട്രാക്റ്റ് പുതുക്കലുമായി ബന്ധപ്പെട്ട് സ്റ്റിൽ ഇൻ ടോക്സിലുള്ളത് ലൂയിസ് സുവാരസ് ആണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഓൾറെഡി അവസാനിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്റ്റിൽ ഇൻ ടോക്കാണ്. അപ്പോൾ ഇപ്പോഴുള്ള അവരുടെ പ്ലെയേഴ്സ് ആരൊക്കെയാണ് അണ്ടർ കോൺട്രാക്റ്റ് 2026 ഇപ്പോഴുള്ള താരങ്ങൾ ആരൊക്കെ നോക്കാം. നോഹലൻ, തോമസ് അവിലസ്, ഇസ്രയേൽ ബോട്ട്റൈറ്റ്, യാനിക് ബ്രൈറ്റ്, മാക്സിമിലിയാനോ ഫാൽക്കൺ, ഇയാൻ ഫ്രേ, ടൈലർ ഹോൾ, ഗോൺസാലോ ലുജാൻ, ലണൽ മെസ്സി, സാന്റിയാഗോ മൊറേലസ്, ഡേവിഡ് റൂയിസ്, മാറ്റിയോ സിൽവെറ്റി, ടെലസ്കോ സെഗോവിയ, ദെൻ ഓസ്കാർ ഉസ്റ്റാഴി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ചില പ്രമുഖ താരങ്ങൾ വിരമിച്ചു. നമുക്കറിയാമല്ലോ, ബുസ്കറ്റ്സും അതുപോലെ ജോഡി ആൽബയും ഒക്കെ വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പകരമൊക്കെ താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ കുറച്ച് താരങ്ങളെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ ഒഴിവാക്കിയിട്ടുണ്ട്. ലോൺ എക്സ്പയർ ആയവരുണ്ട്. സോ 2026 സീസണിന് മുമ്പ് വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് ഇൻ്റർ മയാമി കടക്കുന്നു എന്നർത്ഥം. കൂടുതൽ ശക്തമാക്കി ടീമിനെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.